ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടപ്പിഞ്ചിൻ്റെ റെസിപ്പി അമ്മിണി കൊഴുക്കട്ടയാണ്. നമ്മുടെ സാധാരണ കൊഴുക്കട്ട റെസിപ്പിയിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്പൈസി വേർഷനാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാവുന്നതാണ്. ചെറിയവർക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ റെസിപ്പിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നല്ല നൈസ് ആയിട്ടുള്ള, അതായത് അപ്പത്തിനോ ഇടിയപ്പത്തിനോ യൂസ് ചെയ്യുന്ന പൊടി എടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ പുട്ടുപൊടിയുടെ പൊടി എടുക്കരുത്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണേ. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ജീരകം ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതല്ലെങ്കിൽ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടാണ് ഇതിനകത്തെ മാവ് കുഴച്ചെടുക്കുന്നത്. ആ ഒരു സമയത്ത് ജീരകത്തിന്റെ വെള്ളം ചൂടാക്കിയതിന് ശേഷവും ഇതിനകത്ത് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് കൊഴുക്കട്ടയിൽ ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു ജീരകം ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പം ഞാൻ ആ അരിപ്പൊടിയും ഉപ്പും ജീരകവും കൂടി ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോടെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒത്തൻറ്റിക് ആയിട്ടുള്ള അമ്മിണി കൊഴുക്കട്ട റെസിപ്പിയിൽ നമ്മൾ ഈ ഒരു ജീരകവും തേങ്ങയും ഇട്ട് കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ അമ്മിണി കൊഴുക്കട്ട പാൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് പോലെ വളരെ ചെറുതാക്കി അല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ചൊരു സൈസിലാണ്. നമ്മൾ ഈ പിടിയും കോഴിയും ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പിടിയുടെ സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി ഫ്ലേവേഴ്സ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജീരകവും തേങ്ങയും ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ടിനി നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ശരിക്കും മിക്സ് ചെയ്തിട്ട് ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ ഇത് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു മാവ് കുറച്ചും കൂടി സോഫ്റ്റ് ആകാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനത് കുഴച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി മാവിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം ഒരു നെല്ലിക്കയുടെ സൈസിലുള്ള ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഉരുട്ടിയെടുക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഒത്തിരി ആൾക്കാരുള്ളതാണെങ്കിൽ എല്ലാവരെയും വിളിച്ചിട്ട് റൗണ്ടിലിരുത്തിയിട്ട് ഇതിങ്ങനെ ബോൾസാക്കി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ പണിയും കഴിയും. അതേപോലെ തന്നെ ഇങ്ങനെ ഒരുമിച്ച് റൗണ്ടിലിരുന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇവിടെ ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കും അറിയത്തില്ല. കയ്യിൽ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ കറക്കുമ്പം അത് ബോളായിട്ട് വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ മെത്തേഡ് ഹസ്ബൻഡ് ഇവിടെ പറയുന്നുണ്ട്. ഞാനത് ഈ ഒരു റെസിപ്പിയുടെ വീഡിയോയുടെ എൻഡിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കാണാവുന്നതാണ്. നമ്മൾ ഉരുട്ടിയെടുത്ത എല്ലാ കൊഴുക്കട്ടയും ഞാൻ ഈ ഒരു ഇഡ്ഡലിത്തട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ചു വെച്ചിട്ട് 8 തൊട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് ഒത്തിരി നേരം വേവിക്കേണ്ട, 8 തൊട്ട് 10 മിനിറ്റ് മാക്സിമം മതിയാകും. അതിനുള്ളിൽ ഇത് വെന്ത് കിട്ടിക്കോളും. ഓക്കെ, നമ്മുടെ കൊഴുക്കട്ട വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു അമ്മിണി കൊഴുക്കട്ടയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു 2 ഉണക്കമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും അതേപോലെ തന്നെ സ്പൈസ് ലെവലിനും അനുസരിച്ചിട്ട് കൂടുതലായിട്ടോ കുറച്ചോ ചെയ്യാവുന്നതാണ്. ഇതിനി നമുക്ക് ഒരുമിച്ചിട്ടതിന് ശേഷം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇത് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും പെട്ടെന്ന് കരിഞ്ഞു പോകും. പക്ഷെ അത് പ്രോപ്പറായിട്ട് റോസ്റ്റായി കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ശരിക്കും ഒന്ന് വറുത്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് പൊടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് മസാലക്കൂട്ടിൽ ചേർക്കുകയാണെങ്കിൽ ആ ഒരു പച്ച കടലപ്പരിപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തെല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാലും മനസ്സിലാകും അതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റി മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തത് തണുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല. ചെറിയ തരിയോടുകൂടെ തന്നെ പൊടിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് കഴിക്കുന്ന സമയത്ത് അങ്ങനെ കിട്ടുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇഡ്ഡലി പാത്രം തുറന്നിട്ട് നമ്മുടെ കൊഴുക്കട്ട എന്തായെന്ന് നോക്കാം. നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു ഇഡ്ഡലിയുടെ തട്ടിൽ എണ്ണ തടവിയതിന് ശേഷം വേണം കൊഴുക്കട്ടാസ് ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പം താഴെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഇതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊഴുക്കട്ട വെന്തിട്ടുണ്ട്. ഇതിനി വെച്ചിട്ട് നമുക്ക് അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ വെച്ച് അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ആ ഒരു എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക്, ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഒരു പച്ചമുളക് ചെറുതാക്കി ഞുറുക്കിയതും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇട്ട് കൊടുത്തേക്കുന്ന തേങ്ങയും ആ ഒരു എണ്ണയിൽ 1-2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു തേങ്ങ ഒത്തിരി നേരം ഒന്ന് എണ്ണയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് ബ്രൗൺ കളറൊന്നും ആക്കേണ്ട കാര്യമില്ല. മാക്സിമം ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ ആ ഒരു എണ്ണയിൽ ജസ്റ്റ് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയും ചെയ്താൽ മതി. ഇനി ഈ ഒരു തേങ്ങയിലോട്ട് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് പൊടിച്ചു വെച്ചേക്കുന്ന ആ ഒരു കടലപ്പരിപ്പിൻ്റെ ഒക്കെ ആ ഒരു മിക്സില്ലേ, അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഈ ഒരു മിക്സ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു തരിതരിപ്പോടെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കിയതിന് ശേഷം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മിക്സ് കൂടുതൽ പൊടിച്ചതിന് ശേഷം സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. യാതൊരു കേടും കൂടാതെ ഇത് കുറേ നാൾ തന്നെ ഇരുന്നോളും. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം അതിനകത്ത് കുറച്ചും കൂടി ഒരു മസാലയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുവാണേ. നമ്മളിത് ശരിക്കും റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ പൗഡറാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒത്തിരി നേരം തേങ്ങയിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു തേങ്ങയും മുളകും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നിടം വരെ ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ അമ്മണി കോഴിക്കോട്ടയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന കോഴിക്കോട്ട ഇട്ടതിന് ശേഷം ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ആ ഒരു കോഴിക്കോട്ട ഉരുട്ടിയിട്ട് വേവിച്ചെടുക്കുന്ന സമയം മാത്രമേ കൂടുതൽ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആ ഒരു തേങ്ങയിൽ ഞാൻ കോഴിക്കോട്ട ശരിക്കും ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ അമ്മണി കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ അമ്മണി കോഴിക്കോട്ട കഴിക്കുന്ന സമയത്ത് അത് എപ്പോഴും ചൂടോടെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതേപോലെ തന്നെ ഇത് ഒത്തിരി നേരം ചട്ടിയിലിട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കോഴിക്കോട്ട ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. ഇന്നിവിടെ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് അമ്മണി കോഴിക്കോട്ടയുടെ ഒരു സ്പൈസി വേർഷനാണ്. ഇതേപോലെ തന്നെ നമുക്ക് ശർക്കര ഇട്ടിട്ട് ചേർക്കുവാണെങ്കിൽ അത് അമ്മണി കോഴിക്കോട്ടയുടെ സ്വീറ്റ് വേർഷനായിട്ട് മാറും. അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. എന്തായാലും ഈ ഒരു അമ്മണി കോഴിക്കോട്ട നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ കോഴിക്കോട്ടയിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. വറുത്ത് പൊടിച്ച ആ ഒരു കടലപ്പരിപ്പിൻ്റെതും ഉഴുന്നുപരിപ്പിൻ്റെതും ഒക്കെ ടേസ്റ്റ് ചേർക്കുമ്പം ഇതിനൊരു പ്രത്യേക ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു. എന്താ ചെയ്തേ? I'll show you. करो अंडा ऐसा हल्का सा ऐसा करो ऐसा, ठीक है? എന്നെ കുഞ്ഞിതാക്കി ഉണ്ടാക്കാം. ऐसे किया तुमने. नाउ थोड़ा शेप होने के बाद ना उसको इसी में घुमाओ. ഞാനങ്ങനെ കറക്കിയാൽ അപ്പുറത്ത് नहीं घुमा के देखो एक बार, तो क्या होता है कि वो उसी सरफेस में, हाँ देखो ऐसे घुमाओ, सब साइड से प्रॉपर्ली इवनली टच हो गया. देखो സത്യമായിട്ടും तुम उसको ऐसे घुमा रहे हो राइट, तो हर जगह पे हिट कर रहे हो तो वो ऐसा ही कर्व समझ लो दैट्स इट. ഇതെവിടുന്നാ പഠിച്ചേ? देखो और शाइन भी होता है. ഓ ശരിയാ, കുറച്ചുകൂടി ഷൈൻ ആവുന്നുണ്ട്. मगर ये क्या इसमें काला काला അതില് ജീര कार कोई ഓക്കെ എവിടെയാണ് കേട്ടോ शाइन होता है वो, क्योंकि स्मूथनेस आ रहा है इसलिए. സത്യം പറയാം, എന്തായിരുന്നു പണ്ടത്തെ പണി?